ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റ് ബേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇപ്പം ശരീരത്തിൽ അധികമായിട്ടുള്ള ഫാറ്റിനെ എങ്ങനെ പുറന്തള്ളാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും. ചിലതൊക്കെ നമുക്ക് ഗുണം ചെയ്യും, ചിലതൊന്നും നമുക്ക് ഒട്ടും നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്നതാണൊക്കെ പോകത്തേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഒന്നും പ്രയോജനം ലഭിക്കാറുമില്ല, അതാണ് സത്യം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു രീതി, ഫാറ്റ് ബേണിങ്ങിൻ്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് വർക്കൗട്ടൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും. അപ്പം ഇതിനകത്ത് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിത്തുകളെ കുറിച്ചാണ്. കാരണം നമ്മൾ ഫാറ്റ് ബേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് മിത്തുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നമുക്കത് കേൾക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഷുഗർ നമുക്കറിയാം, ഫാറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ കട്ട് ചെയ്തേ പറ്റൂ. അപ്പം ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേര് ഓപ്ഷൻ തരും. നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുന്നവരല്ലേ, അപ്പം നിങ്ങൾക്ക് മാർക്കറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കിട്ടും. നിങ്ങൾക്ക് ഷുഗർ ലെസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമ്മുടെ അടുക്ക പറയും. അല്ലെങ്കിൽ കുറേ പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇത് ഷുഗർലെസ് ആണ്, ഇതിനകത്ത് ഷുഗറില്ല, നിങ്ങൾക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കാതിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ഷുഗറിനെയും കാട്ടിയും അപകടകാരികളാണ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ. അതുകൊണ്ട് അതൊക്കെ വെറും കമ്പനികളുടെ അവകാശവാദങ്ങൾ മാത്രമാണ്. അതൊരുപാട് കെമിക്കൽസൊക്കെ ആയിട്ടുള്ള പ്രോസസ്സ് വഴിയൊക്കെ വരുന്ന സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കാര്യം സത്യമാണ്. ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കുറച്ച് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതിനകത്തുണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് ഗ്രീൻ ടീ ഒരു ഫാറ്റ് ലോസ് ചെയ്യുന്ന ഒരു വസ്തുവല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ സാധാരണ ഒരു ടീ കുടിക്കുമ്പം നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുമല്ലോ ആൻറ്റി ഓക്സിഡൻറ്റുകൾ. അതേ പ്രയോജനം തന്നെയാണ് നമ്മൾ ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞാലും കിട്ടുന്നത്. അല്ലാതെ ഗ്രീൻ ടീ കുടിച്ച് നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് ഗ്രീൻ ടീ ഉപയോഗിക്കും, നിങ്ങൾക്ക് ശരീരത്തിൽ ഓവറായിട്ടുള്ള ഫാറ്റിനെ ഇത് ചെയ്ത് കളയാമെന്ന കാരണം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാക്കുകൾ തള്ളിക്കളയുക. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമം ചെയ്യാതെ ഫാറ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഈ ഫുഡ് നമ്മൾ എരിയിച്ച് കളയാതെ നമുക്ക് എങ്ങനെയാണ് ഫാറ്റിനെ ലോസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളൊരു വാക്കാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും നിങ്ങളുടെ ഫാറ്റ് കുറയാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡിൻ്റെ കൂട്ടത്തിൽ, നല്ല ഡയറ്റിൻ്റെ കൂട്ടത്തിൽ നല്ല എക്സസൈസും നമുക്ക് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം. ഓക്കെ ഫ്രണ്ട്സ്, ഭയങ്കരമായിട്ടുള്ള ചൂട്, റൂമിനകത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. സത്യത്തിൽ പുകയുന്ന കണക്കുള്ള ചൂട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ ശരീരത്തിലെ ഓവറായിട്ടുള്ള ഹീറ്റ് എങ്ങനെ കുറയ്ക്കാമെന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇടണം. ഉടൻ തന്നെ ആ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ബേണർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സപ്ലിമെൻറ്റുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റ് കുറയും. ശുദ്ധമായിട്ടുള്ള ഒരു വിഡ്ഢിത്തരമാണ്. അതൊക്കെ വെറും കമ്പനികളുടെ അവകാശവാദങ്ങൾ മാത്രമാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ പുറകെ പോകാതിരിക്കുക. അങ്ങനെയുള്ള സപ്ലിമെൻറ്റുകളൊന്നും കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിലെ ഓവറായിട്ടുള്ള ഫാറ്റിനെ നമുക്ക് പുറന്തള്ളാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾ അത് അത്രയും വില കൊടുത്ത് 1000ങ്ങളും 2000ങ്ങളും 3000 എന്നൊക്കെ പറഞ്ഞിട്ട് ഫാറ്റ് ബേണർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മേടിച്ച് കഴിക്കുന്ന എല്ലാം ശുദ്ധമായ തട്ടിപ്പുകളാണ്. അതൊക്കെ വെറുതെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റിനെ കുറയ്ക്കാൻ അതൊരു തരത്തിലും സഹായിക്കത്തില്ല. അതിലും ഭേദം നിങ്ങൾ 2 രൂപ മുടക്കിയിട്ട് ഒരു കാപ്പിപ്പൊടി കുടിച്ചിട്ട് കാപ്പി ഇട്ട് കുടിക്കുന്നതാണ്. കാരണം ചെറിയ തോതിൽ നമ്മൾ ഒരു മിതമായ രീതിയിൽ കാപ്പി കുടിച്ചാൽ പോലും നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ചെറുതായിട്ട് ബേൺ ആവുമെന്നാണ് പറയുന്നത്. അതേ കണക്ക് തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ. അത്രമാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടൊരിക്കലും അതിൻ്റെ പുറകെ നിങ്ങൾ പോകാതിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഫാറ്റ് ബേൺ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് നിങ്ങൾ കൃത്യമായൊരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ തന്നെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പം നിങ്ങൾ നമുക്കിപ്പോൾ അധികമായിട്ടുള്ള ഫാറ്റിനെ നമുക്ക് പുറന്തള്ളണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിനകത്ത് നമ്മൾ 3 കാര്യങ്ങൾ കൃത്യമായ അളവിൽ തന്നെ കൊണ്ടുപോവുക. ഒന്ന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതിൻ്റെ ചെറിയ തോതിൽ ഫാറ്റ്, നല്ല ഫാറ്റ്. അപ്പം ഈ 3ഉം അടങ്ങിയ ഒരു സമീകൃത ആഹാരം നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോവുക. അപ്പം അതിൽ നിങ്ങൾ ഒരു വട്ടം നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾക്ക് സലാഡ് ഉപയോഗിക്കാം. അപ്പോൾ സലാഡിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക്
കുറച്ച് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്സ്, കുറച്ച് വളരെ കുറഞ്ഞ അളവിൽ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാം. ഓക്കെ. അപ്പം ഈ ഫുഡിന് മുമ്പായിട്ട് നമ്മൾ ഈ സലാഡ് കഴിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വിശപ്പ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ അളവും കുറയും. അപ്പം നമുക്കറിയാം നമ്മൾ ഓവറായിട്ടുള്ള ഒരു കലോറി അടിഞ്ഞുകൂടി, അല്ലെങ്കിൽ ഒരു കലോറിയാണ് നമ്മൾ കഴിച്ചാണ് നമുക്ക് ഫാറ്റ് അധികമായിട്ട് അടിഞ്ഞു കൂടുന്നത്. അപ്പം കലോറി നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ ഫുഡിന് മുമ്പായിട്ട് നിങ്ങൾ സലാഡ് കഴിക്കുക. സലാഡിന് ശേഷം നിങ്ങൾക്ക് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുള്ള ഒരു സമീകൃത ആഹാരം കുറഞ്ഞ അളവിൽ നിങ്ങൾ കഴിക്കുക. അപ്പം അതേ കണക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോകുക. അതേ കണക്ക് നിങ്ങൾ വർക്കൗട്ട് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫാറ്റ് ബേണിങ് സാധ്യമാകത്തുള്ളൂ. അപ്പം ഫാറ്റ് ബേണിങ് നമ്മൾ കൃത്യമായി, അതും കാർഡിയോ ഉൾപ്പെടെയുള്ള കാർഡിയോ, സ്ട്രെങ്ത് ട്രെയിനിങ്, ചില ആൾക്കാർ പറയും നിങ്ങൾ നടന്നാൽ മതി നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്യും എന്നുള്ളത് തെറ്റായിട്ടുള്ള ധാരണയാണ്. നമ്മൾ നടന്നാൽ മാത്രം നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കൃത്യമായ കാർഡിയോ വ്യായാമങ്ങളും സ്ട്രെങ്ത് വ്യായാമങ്ങളും നമ്മുടെ വെയ്റ്റ് ട്രെയിനിങ്ങുകളും ഒക്കെ കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റ് ബേണിങ് വളരെ പെട്ടെന്ന് നടക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്. അതിനൊക്കെ തന്നെ നിങ്ങൾ നമ്മുടെ നാട്ടിലിപ്പം കുറേ തെറ്റായിട്ടുള്ള കുറേ കീഴ്വഴക്കങ്ങളുണ്ട്. കീറ്റോ ഡയറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ഡയറ്റുകളുടെ പുറകെ പോയിട്ട് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥ. കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നമ്മളെ ഉദ്ദേശിച്ചൊന്നും ഉള്ള ഒരു ഡയറ്റ് പ്ലാനല്ല. അതൊക്കെ യൂറോപ്പിലൊക്കെ വന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറോടൊക്കെ അല്ലെങ്കിൽ നമുക്കൊന്നും അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫുള്ളായിട്ട് ഒഴിവാക്കിക്കൊണ്ട് പ്രോട്ടീനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരിക്കലും നിങ്ങളതിൻ്റെ പുറകെ പോകാതിരിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിൽ നമുക്കറിയാം, നമ്മുടെ ശരീരം ഉന്മേഷം, നമ്മുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ഒരു കാരണവശാലും നിങ്ങൾ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണം, തളർച്ച, തലവേദന, മുടി കൊഴിച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ നമ്മുടെ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും കീറ്റോ ഡയറ്റിൻ്റെ ഒന്നും പുറകെ പോകാതെ, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഡയറ്റുകൾ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും പുറകെ നിങ്ങൾ പോകാതെ നിങ്ങൾ കൃത്യമായ അളവിൽ നിങ്ങൾ കൃത്യമായ ഡയറ്റിങ്, കൃത്യമായ വർക്കൗട്ടും കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫാറ്റ് ബേണിങ് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഡിത്തനങ്ങളൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുക. ഓക്കെ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ പറഞ്ഞല്ലോ അടുത്ത ഒരു വീഡിയോ ഇടണം. കാരണം അസഹ്യമായിട്ടുള്ള ചൂട്, റൂമിനകത്തിരുന്നിട്ട് പോലും നമുക്ക് ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ശരീരത്തിൽ ഈ ഓവറായിട്ടുള്ള ചൂട് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇടാം. അതും നമ്മുടെ ശരീരത്തിലെ ഓവറായിട്ടുള്ള ചൂടിനെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിലൂടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.